പ്രിയമുള്ളവരെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗവൺമെന്റ് ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSUവും സർക്കാരും തമ്മിൽ വലിയ പോരാട്ടം നടക്കുകയാണെന്ന തരത്തിലുള്ള എല്ലാ വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. ഇത്രയും ദിവസം ഉത്തരവാദിത്തപ്പെട്ട സംഘടന പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളെന്ന രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്നത്. പക്ഷേ ചില ആളുകൾ ബോധപൂർവമായി ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും കരിവാരി തേക്കുന്നതിന് വേണ്ടിയിട്ട് തെറ്റായ പ്രചരണങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ വലിയ പാരമ്പര്യമുള്ള കാമ്പുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തുന്ന പാരമ്പര്യമുള്ള KSUവിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധികളെന്ന രീതിയിൽ പ്രതികരിക്കാതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഉയർന്നു വന്നത് രണ്ടാളുകളുടെ പേരിലാണ്. TS ശരത് എന്ന് പറയുന്ന ആള് സംഘപരിവാർ ബന്ധമുള്ള ആളാണെന്നും ജിയോണ എന്ന് പറയുന്ന ആള് SFI ബന്ധമുള്ള ആളാണെന്നും പറഞ്ഞുകൊണ്ടാണ് നിരന്തരമായി മുഖ്യമന്ത്രിക്കെതിരെയും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. ഇതിൽ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിലൊരു ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയാണ്. സ്വാഭാവികമായും ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു ലിസ്റ്റ് മുഖ്യമന്ത്രിയും സർക്കാരും പരിഗണിക്കുമ്പോൾ അത് സ്വാഭാവികമായും ഇന്ത്യൻ ലോയേഴ്സിന്റെ ഔദ്യോഗികമായ ലിസ്റ്റാണ് പാർട്ടിക്ക് പരിഗണിക്കാൻ കഴിയുള്ളൂ. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ശരത് എന്ന് പറയുന്ന ആളുടെ മെമ്പർഷിപ്പിന്റെ കോപ്പിയാണിത്. 2019 മുതൽ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും മെമ്പർഷിപ്പുമുള്ള ആളാണ് ശരത് എന്ന് പറയുന്ന ആള്. അപ്പോൾ ഇത്രയും അധികം നാളുകളായി, അതായത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ തന്നെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാൾ, അത്തരത്തിലുള്ള ഒരാളെ കുറിച്ചാണ് നിരന്തരം ആരോപണം ഉന്നയിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ പറയുന്ന ആള് തഴക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ അന്നത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായി മത്സരിച്ച ടിജിൻ ജോസഫിന് വേണ്ടി ഏകദേശം 150-ലധികം വോട്ടുകൾ ചേർത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ശരത് എന്ന് പറയുന്ന ആള്. ഈ ടിജിൻ ജോസഫ് ഇന്നും സജീവ സംഘടനാ പ്രവർത്തനത്തിലുള്ള ഒരാളാണ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒക്കെ സാരഥ്യത്തിലുള്ള ഒരാളാണ്. അദ്ദേഹത്തോട് പ്രസിഡന്റാണ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹത്തോട് നിങ്ങൾക്ക് വാർത്താമാധ്യമങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം, അദ്ദേഹം അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. മറ്റു പ്രധാനപ്പെട്ട വസ്തുത, KSU നിരന്തരമായി ഇതിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇതൊരു കേസിന്റെ ഡീറ്റെയിൽസ് ആണ്. സിംജോ സാമുവൽ സക്രി എന്ന് പറയുന്ന KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി ഈ പറയുന്ന വക്കീല് ഹാജരായിട്ടുള്ള TS ശരത് ഹാജരായിട്ടുള്ള കേസിന്റെ ഡീറ്റെയിൽസ് ആണ്. MG യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് KSUവിന്റെ ഒരു കേസ് വാദിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ഇതേ വക്കീല് തന്നെ സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും സമാനമായി പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി KSUവിന് വേണ്ടി കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ഇത് എറണാകുളം ജില്ലാ പ്രസിഡന്റാണ് KM കൃഷ്ണലാല്. ഈ ജില്ലയിൽ തന്നെ KSU പ്രവർത്തകർക്ക് വേണ്ടി നിരവധി കേസുകളിൽ ഹാജരായിട്ടുള്ള ഒരാളെയാണ് ഇവർ നിരന്തരം സംഖ്യയാക്കാൻ ശ്രമിക്കുന്നത്. MG യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി അടക്കം ഹാജരായിട്ടുള്ള വക്കീലിനെതിരെ നിരന്തരം KSUവിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ വാർത്ത കൊടുക്കുമ്പോൾ അത് എന്ത് താല്പര്യത്തിന്റെ പുറത്താണ്? ഇനി KSU സംസ്ഥാന പ്രസിഡന്റിനും ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്കും അത്തരത്തിലൊരു കൺസേൺ ഉണ്ടെങ്കിൽ അത് ആദ്യം പറയേണ്ടത് എവിടെയാണ്? പാർട്ടിയുടെ KPC പ്രസിഡന്റ് മുഖ്യമന്ത്രിയെ വിശ്വാസമില്ലെങ്കിൽ, മുഖ്യമന്ത്രിയോട് ഏതെങ്കിലും തരത്തിലുള്ള അലോഹ്യമുണ്ടെങ്കിൽ പാർട്ടിക്ക് KPCC ഒരു പ്രസിഡന്റുണ്ട്. ഇതുവരെയും ഔദ്യോഗികമായി KPCCക്കോ മുഖ്യമന്ത്രിക്കോ ഒരു പരാതി നൽകാൻ തയ്യാറായില്ല. ഇപ്പൊ കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചു എന്ന തരത്തിൽ വലിയ വാർത്തയുണ്ട്. ഒരു വിഷയത്തിൽ എപ്പോഴാണ് കൂടിക്കാഴ്ച നടത്തേണ്ടത്? ഡസൻ കണക്കിന് മീഡിയ ബൈറ്റുകൾ നൽകി നിരവധിയായ ആക്ഷേപങ്ങൾ സമൂഹത്തിലും പൊതുസമൂഹത്തിലും ഉന്നയിച്ച് ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇതിൽ ഞാൻ പരിഗണിക്കാൻ കാരണം ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി തന്ന ലിസ്റ്റ് പ്രകാരമാണെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ മാത്രമാണ് സംസ്ഥാന പ്രസിഡന്റ് കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിക്കുന്നത്. അപ്പോൾ പ്രശ്ന പരിഹാരമല്ല ചില ആളുകളുടെ ലക്ഷ്യം. മനഃപൂർവ്വം ഗവൺമെന്റിനെയും സർക്കാരിനെയും കരിവാരിത്തേക്കുക. കൂടിക്കാഴ്ചയ്ക്ക് ആദ്യത്തിൽ തന്നെ അവസരമുണ്ടായിരുന്നല്ലോ. ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏത് സമയവും ആരെയും കാണാൻ തയ്യാറായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വസതിയിലും സമയം അനുവദിക്കുന്ന ഒരാളാണ്. ഇന്നലെ നമ്മളെല്ലാം കണ്ടു ഒരു പൊതുപരിപാടി, തേവര കോളേജിൽ നടക്കുന്ന ഒരു പൊതുപരിപാടി. ആ പൊതുപരിപാടിയിൽ മുഴുവൻ മീഡിയയും സാക്ഷി നിർത്തിക്കൊണ്ടാണ് KSU സംസ്ഥാന പ്രസിഡന്റ് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇത്തരം ഒരു ഗൗരവതരമായ വിഷയം സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ഇത്തരം ഗൗരവ സ്വഭാവമുള്ള പാർട്ടിക്കകത്ത് ഇന്ത്യയുള്ളായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കേണ്ടത് മുഴുവൻ മാധ്യമങ്ങളെയും ചേർത്ത് നിർത്തിയാണോ മുഖ്യമന്ത്രിയുടെ അടുത്ത് സംസാരിക്കാൻ പോകേണ്ടത്? അപ്പോൾ ഇത് ചില അജണ്ടകളുടെ ഭാഗമായിട്ടാണ്. ചില മോഹഭംഗങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ, ചില മോഹഭംഗങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന ചില വൈരാഗ്യത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ മനഃപൂർവ്വം കരിവാരിത്തേക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ സംഘപരിവാർ ബന്ധമുണ്ടായിരുന്ന, സംഘപരിവാറിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന എത്രയോ പേർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. CPM ആയിരുന്ന എത്രയോ പേർ മത്സരിച്ചു. അവരെ ആരെങ്കിലും ഇരിക്കരുതെയും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടോ?
ഒരാൾ കഴിഞ്ഞ കാലങ്ങളിൽ സംഘപരിവാർ ആയിരുന്നെങ്കിൽ അയാൾ ജനാധിപത്യ മതേതര ചേരിയിലേക്ക് വരുമ്പോൾ അവരെ ചേർത്ത് നിർത്തുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് സന്ദീപ് വാര്യരെ പോലുള്ള കൂടുതൽ ആളുകൾ ഈ പാർട്ടിയിലേക്ക് വരികയുള്ളൂ. എല്ലാ കാലവും കോൺഗ്രസ് ആയിരിക്കുന്നവർ കോൺഗ്രസും BJP ആയിരിക്കുന്നവർ BJPയും CPM ആയിരിക്കുന്നവർ CPM ആയിരുന്നാൽ മതിയോ? കോൺഗ്രസിലേക്ക് പുതിയ ആളുകൾ കടന്നു വരുന്നുണ്ട്. പ്രതിപക്ഷത്ത് കോൺഗ്രസ് ഇരുന്ന കാലയളവിൽ 2019 മുതൽ ലോയേഴ്സ് കോൺഗ്രസിന് സജീവ പ്രവർത്തനാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉയർന്നു. നിരവധി തവണ അത് പലയിടങ്ങളിലും ചർച്ചയായി. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഈ പേരുകളിൽ പറയപ്പെട്ട ആളുകൾ, ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ച ആളുകൾ പാർട്ടിയിലും മുന്നണിയിലും മന്ത്രിസഭയിലും മറ്റു പല ആരോപണങ്ങളും ഉയർന്നു. ചില മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട്, ചില മന്ത്രിമാരുടെ ഡ്രൈവർ നിയമനവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നപ്പോഴും അവിടെയൊന്നും KSU പ്രവർത്തകരുടെ വികാരത്തെയോ പാർട്ടിയുടെ വികാരത്തെയോ ഇതിനു വേണ്ടി സംസാരിക്കാത്ത ആളുകൾ ഗവൺമെന്റ് ലീഡർ നിയമനത്തിൽ മാത്രം ഈ ആശങ്ക ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ മന്ത്രിസഭയുടെ ശോഭ കെടുത്തുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവം ചില ആളുകൾ ശ്രമിക്കുകയാണ്. ഇനി ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റ്, ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ ലിസ്റ്റ് പ്രകാരമാണ് ഇത്തരത്തിലുള്ള നിയമനം നടന്നിട്ടുള്ളത്. ഈ നിയമനങ്ങളിൽ സ്വാഭാവികമായും പല തരത്തിലുള്ള ചർച്ചകൾ സ്വാഭാവികമായും നടന്നിട്ടുണ്ടാകും. പല ആളുകളും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാകും. പല നേതാക്കളുടെ ഭാഗത്തും റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ടാകും. അത്തരത്തിലുള്ള റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾക്ക് നിയമനം കിട്ടിയത്. പക്ഷെ ആ നിയമനങ്ങളിലെ ആശങ്ക പാർട്ടി വേദിയിൽ പറയാനും കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാനും സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരമായി ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് KSU പോലുള്ള വിശാലമായ ഒരു ജനാധിപത്യ മതേതര പ്രസ്ഥാനത്തിന് ചേർന്നതല്ല. ആരെയും സംഘി ചാപ്പ കുത്തി മാറ്റി നിർത്തുന്നതല്ല KSUവിന്റെ രാഷ്ട്രീയം. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന മുദ്രാവാക്യമാണ് KSU വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നിരന്തരമായി ഇത്തരത്തിൽ ഒരാളെ സംഘപരിവാർ ചാപ്പ കുത്തുമ്പോൾ, ഞാൻ ഈ പറഞ്ഞു, ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ പങ്കെടുത്ത ആൾ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി സിംജോ സാമുവൽ സക്രയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ ആൾ, കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി കോടതിയിൽ ഹാജരായ ആൾ, എറണാകുളത്തെ KSUവിന്റെ കേസുകൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ ആൾ, ഇത്തരം ഒരാൾ പെട്ടെന്നൊരു ദിവസം പ്ലീഡർ നിയമനം വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് സംഘപരിവാറായി മാറുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. സ്വാഭാവികമായും KSUവിന്റെ അകത്തുള്ള ഭാരവാഹികളിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. കാരണം ഈ ആരോപണം ഉന്നയിക്കുന്ന ആരോപണ വിധേയനായ ആൾ പല KSU സംസ്ഥാന ഭാരവാഹികൾക്കും വേണ്ടി പല കേസുകളിലും ഹാജരായിട്ടുണ്ട്. സ്വാഭാവികമായും അവരുള്ള ആളുകളൊക്കെ സംസ്ഥാന പ്രസിഡന്റിനോട് നേരത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ പറയുന്ന ശരത് എന്ന് പറയുന്ന വ്യക്തി ഇതിനു മുൻപ് KSUവിന്റെ കേസുകളിൽ ഹാജരായിട്ടുള്ള KSU പ്രവർത്തകർക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി തവണ കേസുകളിൽ ഹാജരായിട്ടുള്ള ഒരാളാണെന്ന്. പക്ഷെ എന്തുകൊണ്ട് ഇത് KSU സംസ്ഥാന പ്രസിഡന്റ് മനസ്സിലാകുന്നില്ല? ഇനി ബോധപൂർവം അദ്ദേഹം അത് മനസ്സിലാക്കാത്തതാണോ എന്നുള്ളതാണ് ഞങ്ങളുടെ ആശങ്ക. എനിക്കറിയില്ല. കാരണം കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാർ ഇന്നലെ പ്രതികരിച്ച AP അനിൽകുമാർ, മന്ത്രി റോജി M ജോൺ, അതുപോലെ തന്നെ മന്ത്രി K മുരളീധരൻ, ഇവരൊന്നും ഇത്തരത്തിലുള്ള സംസ്ഥാന പ്രസിഡന്റ് ആരോപണങ്ങളെ ഓൺ ചെയ്യുന്ന രീതിയിലല്ല സംസാരിച്ചത്. ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ അടക്കമുള്ള ആളുകൾ പറഞ്ഞതെന്താണ്? KSUവിന് വിമർശനങ്ങൾ ഉന്നയിക്കാം, പക്ഷേ അത് പരിധി വിടരുത്. കാരണം എന്താണ്? ഇതിന്റെ മെറിറ്റ് അവർ പരിശോധിച്ചതിന് ശേഷമായിരിക്കും അത്തരത്തിലുള്ള പ്രതികരണം നടത്തിയെന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, തീർച്ചയായും തെറ്റ് കണ്ടാൽ തീർച്ചയായും പറയും. ഞങ്ങളെല്ലാവരും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനെതിരല്ല. പക്ഷെ ആ വിമർശനങ്ങളിൽ കാമ്പുണ്ടായിരിക്കണം. ക്രിയാത്മകമായ വിമർശനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു സംസ്ഥാന കമ്മിറ്റി എന്തുകൊണ്ട് പ്രസിഡന്റ് വിളിച്ചു ചേർക്കുന്നില്ല? ഏകപക്ഷീയമായി സംസ്ഥാന കമ്മിറ്റിയുടേതാണെന്ന് നിരന്തരം പറയുന്ന തരത്തിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഞങ്ങളെല്ലാം ഉത്തരവാദിത്തപ്പെട്ട KSUവിന്റെ സംസ്ഥാന ഭാരവാഹികളാണ്. ഞാൻ സംഘടനാ ചുമതലയിലിരുന്ന ജനറൽ സെക്രട്ടറിയാണ്. മറ്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ഇവിടെയുണ്ട്. അപ്പോൾ പ്രസിഡന്റ് ഇത്തരം ഒരു വിഷയത്തിൽ നിലപാടെടുക്കുമ്പോൾ മിനിമം KSUവിന്റെ സംസ്ഥാന ഭാരവാഹികളായിട്ടെങ്കിലും കൂടിയാലോചന നടത്തി അവരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ തയ്യാറാവണ്ടേ? ഏതെങ്കിലും കേസുകളിൽ നിങ്ങൾക്ക് വേണ്ടി ആരോപണ വിധേയർ ഹാജരായിട്ടുണ്ടോ? ഇവ ആരോപണ വിധേയർ അവർക്ക് എന്തെങ്കിലും കോൺഗ്രസ് പശ്ചാത്തലമുണ്ടോ? ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമല്ലേ ഇത്തരത്തിലുള്ള ഒരു ഗവൺമെന്റിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഇത്ര പരസ്യ പ്രതികരണത്തിന് പ്രസിഡന്റ് മുതിരേണ്ടത്? അപ്പോൾ ഒരു തരത്തിലുള്ള ആലോചനയും ഒരു തരത്തിലുള്ള ചിന്തയുമില്ലാതെ ഗവൺമെന്റിനെ കരിവാരി തേക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, സ്വാഭാവികമായും നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണ്. കാരണം നിരന്തരം മുഖ്യമന്ത്രി അടക്കം ഇതിൽ വ്യക്തത വരുത്തിയിട്ടും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഒരു കേസ് നടത്തിയത് അറിയാത്ത ആളാണോ സംസ്ഥാന പ്രസിഡന്റ്? കേരള യൂണിവേഴ്സിറ്റിയിൽ പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി
അപ്പിയർ ചെയ്ത വക്കീലിനെ അന്വേഷിച്ചാൽ അറിയാത്ത ആളാണോ സംസ്ഥാന പ്രസിഡന്റ്? സിംജോയോ അല്ലെങ്കിൽ ഞങ്ങൾ സംസ്ഥാന ഭാരവാഹികളായിട്ടോ ഒന്നും ഈ കാര്യം ചർച്ച ചെയ്യാൻ കഴിയാത്ത തരത്തിലാണോ സംസ്ഥാന പ്രസിഡന്റ്? അപ്പൊ ഇത്തരത്തിലൊരു ചർച്ചയും ഇല്ലാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും ഗവൺമെന്റിനെതിരെയും നിരന്തരം വാർത്താ മാധ്യമങ്ങളിലൂടെ KPCCക്ക് എന്തുകൊണ്ട് പരാതി കൊടുക്കാൻ തയ്യാറാവുന്നില്ല? പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നേതാക്കന്മാരുമായി ഇതിൽ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. ജിയോണയുമായി ബന്ധപ്പെട്ടും 2022 എന്റെ കയ്യിൽ ലോയേഴ്സ് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ലിസ്റ്റ് ഉണ്ട്. 2022 ജിയോണ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഭാരവാഹിയാണ്, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളാണ്. ഇനി ഇത്തരത്തിലൊരു ആക്ഷേപം ഉണ്ട് എന്നിരിക്കട്ടെ, KSUവിന് ആക്ഷേപം ഉണ്ടെങ്കിൽ അത് ആദ്യം ആ കൺസേൺ അറിയിക്കേണ്ടത് ആരെയാണ്? ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിനാണ് അറിയിക്കേണ്ടത്. നിങ്ങൾ കൊടുത്ത ലിസ്റ്റ് ശരിയല്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കാൻ നേതൃത്വം കൊടുത്ത ആളുകളെ ലോയേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട പോഷക സംഘടനയുടെ ഭാഗമായ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. നാളെ ഇതുവരെയായിട്ടും ലോയേഴ്സ് കോൺഗ്രസിനെതിരെ എന്തുകൊണ്ട് ഈ വിമർശനം ഉന്നയിക്കുന്നവർ ശബ്ദിക്കുന്നില്ല? അപ്പോൾ അവർക്ക് ഒരേ ഒരു പ്രതിയെ ആവശ്യമുള്ളൂ. അവർക്ക് ഒരാളുടെ മേൽ മാത്രമേ കുറ്റം പാവഭാരം മുഴുവൻ ചുമത്താൻ താല്പര്യമുള്ളൂ. അത് കേരളത്തിന്റെ ജനകീയനായ മുഖ്യമന്ത്രിയാണ്. ഇവിടെ KSUവിന്റെ പോരാട്ടങ്ങൾ ആരും കുറച്ചു കാണുന്നില്ല. ഞാനടക്കം നിൽക്കുന്ന ഈ മുഴുവൻ സഹപ്രവർത്തകരും തെരുവിൽ ചോര ചിന്തിയവരാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും ശ്രമഫലമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതിപക്ഷത്തിരുത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ജനകീയ ക്രിയാത്മക ഇടപെടലുകളാണ് കേരളത്തിൽ 102 സീറ്റിൽ കോൺഗ്രസിന് അധികാരത്തിലെത്തിച്ചത്. ഏകപക്ഷീയമായി അദ്ദേഹത്തെ മാത്രം ആക്രമിക്കുന്നത് കാണുമ്പോൾ ഒരേ വേദിയിലല്ല, വിഷ്വൽ നമ്മളെല്ലാം കണ്ടതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇത്തരം ഒരു വിഷയത്തിൽ കാണേണ്ടത് എവിടെ വെച്ചാണ്? എന്റെ ചോദ്യം അതാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവില്ല സ്വാഭാവികമായിട്ടും. വിഷ്വലിൽ നിന്ന് വ്യക്തമാണെന്ന് അത് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ട കാര്യമാണ്. അദ്ദേഹം കണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിന് ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമല്ല. അതെ, അലോഷി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് KSUവിന്റെ മുഴുവൻ തണലിൽ വേണ്ട. ഈ പതാക എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ PT തോമസിനെയും ഉമ്മൻചാണ്ടിയെയും വയലാർ രവിയെയും AK ആന്റണിയെയും ചിലർ അനാവശ്യമായി കോട്ട് ചെയ്യുമ്പോൾ അവർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ എന്തായിരുന്നു? കാമ്പുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ കൃത്യമായി പഠിച്ച് വിഷയത്തെ മനസ്സിലാക്കി സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി പോലും ശരത്ത് ഹാജരായിട്ടുണ്ടെന്ന് പോലുമുള്ള ബേസിക് ബോധ്യം പോലും ഇല്ലാതെയാണ് ചില ആളുകൾ ആരോപണം ഉന്നയിക്കുന്നത്. അത്തരം ആരോപണങ്ങൾ KSU അപഹാസ്യമാക്കാൻ വേണ്ടിയ സമൂഹത്തിൽ ഉപയോഗിക്കുമോ? അല്ല, സ്വാഭാവികമായി അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ട് പാർട്ടി ഫോറത്തിൽ പോകുന്നില്ല? ഈ പാർട്ടിക്ക് മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ, KPC പ്രസിഡന്റ് ഉണ്ട്, KPCC ജനറൽ സെക്രട്ടറിമാരുണ്ട്, ലോയേഴ്സ് കോൺഗ്രസിന്റെ ചാർജുള്ള ഭാരവാഹികളുണ്ട്. ഇവരാരുമായി ഒരു സംസാരത്തിനും തയ്യാറാവുന്നില്ല. ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ, AP അനിൽകുമാർ അടക്കം പ്രതികരിച്ചു. അപ്പോഴൊന്നും KSUവിന്റെ വിഷയത്തെ കേരളത്തിൽ ഒരു നേതാക്കന്മാരും എന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല? അപ്പൊ അതിന് കാരണം കാമ്പുള്ള വിമർശനങ്ങളല്ല എന്നുള്ളത് കൊണ്ടാണ്. പോസ്റ്റർ കണ്ടിട്ടില്ല, മാധ്യമങ്ങളോട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല, KSUവിന് ഔദ്യോഗികമായിട്ട് അസംബ്ലി ഭാരവാഹികളില്ല, അവര് ഇല്ല. മെമ്പർഷിപ്പ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു മഹാരാഷ്ട്രയിലെ വിദ്യാർത്ഥികളായിരുന്നു. മഹാരാഷ്ട്രയിലെ പഠിത്തം അവസാനിച്ചു. ഞങ്ങളിതിന്റെ വസ്തുത ബോധ്യപ്പെടുത്തിയതാണ്. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള വസ്തുത ബോധ്യപ്പെടുത്തിയാണ്. അല്ല, ഞങ്ങൾ ഇതിന്റെ വസ്തുത തിരുത്താണ്. സ്വാഭാവികമായി ഇത് മനസ്സിലാക്കി പ്രസിഡന്റ് ഇതിൽ കുറെ കൂടി വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കണം. ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമ വിമർശനങ്ങളല്ല, അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ അല്ല ഇത്തരം വിമർശനങ്ങൾ നടത്തേണ്ടത്. അത് അവസാന ഘട്ടമാണ്. ആദ്യം ഘട്ടം ചെയ്യേണ്ടത് ചെയ്യാതെ ആദ്യഘട്ടത്തിൽ തന്നെ പരസ്യ പ്രതികരണം നടത്തുകയും അവസാനഘട്ടം മുഖ്യമന്ത്രിയുമായി കൂടിയാലോചനയ്ക്ക് സമയം ചോദിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. ഒരു വിഷയത്തിൽ നമ്മൾ ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പ്, അതും ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ആളാണ് KSU സംസ്ഥാന പ്രസിഡന്റ്. തിരുവനന്തപുരം ലോ കോളേജ് യൂണിറ്റ് കമ്മിറ്റി പരസ്യ പ്രതികരണം നടത്തിയത് ഒരു വൈകാരികമായ പ്രതികരണമായോ അല്ലെങ്കിൽ അവരുടെ പോസ്റ്റ് വെച്ച് നമുക്കതിനെ ന്യായീകരിക്കാം. പക്ഷേ KSU സംസ്ഥാന പ്രസിഡന്റ് ഒരു വിഷയത്തെ അഭിമുഖീകരിക്കേണ്ട ഈ തരത്തിലല്ല. അല്ല, ഇത്തരത്തിൽ പല ആളുകളും പല ചേരിയിൽ നിന്നുകൊണ്ടുള്ള അഭിപ്രായം പറയുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോട് KSU ഇതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം KSUവിന്റെ ഭാഗത്തു നിന്നാണ് വന്നത്. അല്ല, അതൊന്നും ഞങ്ങൾക്ക് അറിയുന്നതല്ല.
ഞങ്ങളുടെ എതിർപ്പുകൾ സ്വാഭാവികമായിട്ടും ആലോചിച്ച സംസ്ഥാന കമ്മിറ്റിയിലടക്കം ഗ്രൂപ്പിലടക്കം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ എതിർപ്പുകളൊന്നും വകവയ്ക്കാതെ ഏകപക്ഷമായി ചില ആളുകൾ ഞങ്ങൾ സ്വാഭാവികമായും സർവകലാശാല സിൻഡിക്കേറ്റിൽ ഒരാളെ വയ്ക്കുമ്പോൾ സ്വാഭാവികം ആരുടെ ലിസ്റ്റ് പരിഗണിക്കണം? KSU സംസ്ഥാന കമ്മിറ്റി കൊടുക്കുന്ന ലിസ്റ്റ് പരിഗണിക്കണം. അത്തരം ഒരു ലിസ്റ്റിൽ ആക്ഷേപം ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പോഷേഴ്സ് അണ്ണയ്ക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ ആരോട് പറയണം? KSU തിരുത്താൻ പറയണം. ഇപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് ഓരോ പ്ലീഡർ നിയമനത്തിലും ഓരോ വ്യക്തിയെയും നേരിട്ട് കണ്ട് അവരുടെ പശ്ചാത്തലം പരിശോധിക്കാൻ കഴിയണമെന്നില്ല. സ്വാഭാവികമായും പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പോഷക സംഘടന ഔദ്യോഗിക ലെറ്റർ പാഡിൽ കൊടുത്ത ലിസ്റ്റ് അദ്ദേഹം പരിഗണിച്ചു. ആ ലിസ്റ്റിൽ 2022 ഞാൻ പറഞ്ഞു, ഈ പറയുന്ന വ്യക്തി ലോയേഴ്സ് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ലിസ്റ്റിൽ 137 സീരിയൽ നമ്പറിലുള്ള ആളാണ്. അപ്പോൾ അവർ അങ്ങനെ CPM ബന്ധമുള്ള ആളാണെങ്കിൽ എന്തുകൊണ്ട് ലോയേഴ്സ് കോൺഗ്രസ് അവരെ പരിഗണിച്ചു? എന്തുകൊണ്ട് ഇത്രയും കാലം അവർ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു? അതല്ല ആദ്യം പരിശോധിക്കപ്പെടേണ്ടത്. അത് പരിശോധിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിക്ക് മേൽ മാത്രം ഇത്തരം പാപഭാരം കെട്ടിച്ചുമത്തുന്നതിനാണ്. 2022 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി 4 വർഷമായി അവർ ലോയേഴ്സ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നു. അല്ല, അത്തരം ആവശ്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഈ സബ്ജക്റ്റിന്റെ മെറിറ്റും ഡിമെറിറ്റിനെ കുറിച്ചാണ്. സംസ്ഥാന പ്രസിഡന്റ് വ്യക്തിപരമായി ഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ അത്തരം ഒരു തരത്തിൽ ഏകപക്ഷീയമായ നടപടികളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. ഈ വിഷയത്തിൽ എല്ലാ KSUക്കാരുടെയും അഭിപ്രായം ഇതല്ല. ഈ പറയുന്ന പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ശരത് എന്ന് പറയുന്ന ആളെ സംഘിച്ചാപ്പ ചുമത്തുമ്പോൾ, സമൂഹത്തിൽ ഒരാളെ ഇരുട്ടിൽ നിർത്താൻ ശ്രമിക്കുമ്പോൾ, ഒരു ജനാധിപത്യ മതേതര ചേരിയുടെ ഭാഗമാകണമെന്ന് തീരുമാനിച്ച് ആ ചേരിയുടെ ഭാഗമായി വന്ന ഒരാളെ നമ്മളും മാധ്യമങ്ങളും KSU മുഴുവൻ ആളുകളും കൂടി അയാൾ സംഖ്യയാണെന്ന് നിരന്തരം വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അത് ശരിയായ പ്രവണതയല്ല. ഒരാളുടെ പേര് നോക്കി, അയാളുടെ മതം നോക്കി, അയാൾ ജമാഅത്താണ് അല്ലെങ്കിൽ അയാൾ സംഖ്യയാണ്, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കണം. ഞാൻ പറഞ്ഞു, അതാണ് അത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞങ്ങളടക്കം അല്ല, നിയമനങ്ങൾ എനിക്ക് ആക്ഷേപം ഉണ്ടെന്നല്ല പറഞ്ഞത്. പൊതുസമൂഹത്തിൽ ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ അന്ന് പ്രതികരിച്ചില്ല. എനിക്ക് ആക്ഷേപം ഉണ്ടെന്നല്ല പറഞ്ഞത്. ഇത്തരം പല തെറ്റിദ്ധാരണകളും ഉണ്ട്. അല്ല, അത് എനിക്ക് എന്റെ ബോധ്യത്തിലുള്ള കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരാൾ SFI കാരനാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിൽ അന്വേഷണം നടത്തി. ഞാൻ വ്യക്തിപരമായ അന്വേഷണം നടത്തി. എന്താണ് സംഭവം? കഴിഞ്ഞ പോലീസ് തെരഞ്ഞെടുപ്പിൽ, യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഒരാളും കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാനില്ലാത്ത ഘട്ടത്തിൽ കോൺഗ്രസിന്റെ പോലീസ് അസോസിയേഷന്റെ ഭാഗമായി മത്സരിച്ച ഒരാളെയാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ ലിസ്റ്റിൽ ആദ്യം പരിഗണിച്ചത്. അയാളുടെ ഭൂതകാലത്തിൽ അയാൾ SFI ആയിരുന്നു എന്നതുകൊണ്ട് ഏറ്റവും പ്രതിസന്ധി കാലഘട്ടത്തിൽ അദ്ദേഹം ഈ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്ന് ആരും മത്സരിക്കാനില്ലാത്തപ്പോൾ പോലീസ് അസോസിയേഷൻ മത്സരിച്ച ഒരാൾക്കെതിരെയും ഇത്തരത്തിൽ ആരോപണം ഉയർന്നു. വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കും. അല്ല, എത്ര പ്ലീഡർ നിയമനം നടന്നു? എത്ര പ്ലീഡർ നിയമനം നടന്നു? യൂത്ത് കോൺഗ്രസ് ഭാരവാഹി രാംലാൽ പ്ലീഡർ നിയമനത്തിലുണ്ട്. സുഫിയാൻ ചെറുവാടി ഉണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയുണ്ട്. പിന്നെ മറ്റൊരു വാലിഡ് പോയിന്റ് ഞാൻ ഇന്നലെ ഉന്നയിച്ചത്, KSU ഔദ്യോഗികമായ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടോ? എങ്ങനെയാണെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSUവിന്റെ കേസ് നടത്തിയത് ഇന്ന വക്കീലന്മാരാണ്, ഇവരെ പരിഗണിക്കണം. KSU സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടില്ല. ഞങ്ങളെ സംസ്ഥാന ആ കൊടുക്കേണ്ടത്. അപ്പോ പിന്നെ ആ ലിസ്റ്റിനെയാണല്ലോ നമ്മൾ ഇപ്പം മാനിക്കേണ്ടത്. ലോയേഴ്സ് അസോസിയേഷൻ കൊടുത്താലും ഒരു റെക്കമെൻഡേഷൻ KSUവിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? ഇവരാണ് KSUവിന്റെ കേസുകൾ വാദിച്ച വക്കീലന്മാർ. ഇവർ മുൻകാലങ്ങളിൽ KSUവിന്റെ ഭാരവാഹികളായിരുന്നു, അല്ലെങ്കിൽ മന്ത്രിമാരുടെ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് ഇവരാണ് KSUക്കാർ. അത്തരം ഒരു ഇതും കൊടുത്തിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.